ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഈ ഒരു ചാനലിൽ ഒരു വീഡിയോ ചെയ്യുന്നത്, അതും ജനനായകനായി ബന്ധപ്പെട്ടിട്ട്. ജനനായകൻ നാളെ റിലീസാവാൻ പോവുകയാണ്. അപ്പോൾ നാളെ ഈ ഒരു സിനിമ ഞാൻ കാണാൻ പോകുന്നുണ്ട്. ഞാനത് ചെന്നൈയിലാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സിനിമയെ കുറിച്ചുള്ള എൻ്റെ എക്സ്പെക്റ്റേഷൻസാണ് ഈ ഒരു വീഡിയോ പറയുന്നത്. സിനിമയെ കുറിച്ച് കാര്യമായിട്ട് നോക്കുകയാണെങ്കിൽ എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിൽ തന്നെ വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ല. പിന്നെ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാലയ്യ തെലുങ്ക് ചെയ്തിട്ടുള്ള ഭഗവന്ത് കേസരിയുടെ റീമേക്കാണ്. ഏറെക്കുറെ എല്ലാവർക്കും അതറിയാം. ഇപ്പോൾ ഇത് ലീക്കായ അങ്ങനത്തെ രീതിയിലുള്ള സിനിമയാണ്. ഏറെക്കുറെ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇങ്ങനത്തെ ഒരു സിനിമ അത് അതിൻ്റെ ബുക്കിംഗ് ഓപ്പൺ ആകുമ്പോൾ പോലും ഇപ്പോഴും ടിക്കറ്റ്സൊക്കെ പോയ ഒരു പോക്ക് കാണണം. കാരണം അത്രയും ഒരു വലിയ ക്രേസ് ഉണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ ഒരു വിജയ് എന്ന് പറഞ്ഞ ഒരൊറ്റ ഫാക്ടറായിരുന്നു തന്നെ. ഏറെക്കുറെ ഒരു തല്ലിപ്പൊളി സിനിമയായിരിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരുവിധ എന്താ പറയുക ആ ഒരു രീതിയിലൊന്നും ചിന്തിക്കാൻ കൂടി തോന്നുന്നില്ല. കാരണം അത് എച്ച് വിനോദിൻ്റെ പടമാണ്. അപ്പോൾ സീനുകളാണെങ്കിലും എങ്ങനെയാണെങ്കിലും എങ്ങനെയാണ് പോകാമെന്ന് നമുക്ക് ഏകദേശം ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പക്ഷേ എന്നാൽ കൂടി ഞാനിത് തിയേറ്ററിൽ കാണണമെന്ന് വിചാരിക്കണം. എൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വിജയ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ അവസാനത്തെ സിനിമയാണ്. ഞാനങ്ങനെ എല്ലാ പടമൊന്നും കണ്ടിട്ടുള്ള മനുഷ്യനൊന്നുമല്ല. പക്ഷേ വിജയനെ ഞാൻ ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആ 2010-11 കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ആക്ടർ ഉണ്ടെന്നുള്ള രീതി തന്നെ ഞാൻ റിയലൈസ് ചെയ്യുന്നത്. ചെറുപ്പത്തിൽ ടി വി കൂടി അങ്ങനെയൊക്കെ കണ്ടിട്ട് പുള്ളിയുടെ ഫസ്റ്റ് മൂവി ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ തുപ്പാക്കി എന്നാണ് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളത്. അതിനുശേഷമുള്ള ഒട്ടുമിക്ക സിനിമകളും ഞാൻ തിയേറ്ററിലാണ് കണ്ടിട്ടുള്ളത്. ഞാൻ തമിഴിൽ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് പുള്ളിയാണ് ഏറ്റവും നല്ല നടന്ന് എനിക്കൊരു അഭിപ്രായമില്ല. പക്ഷേ വിജയ് സ്ക്രീനിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു പ്രസൻസും ആ ഒരു സ്വാഗും പരിപാടിയൊന്നും തമിഴിൽ ഇതുവരെ ഇപ്പോൾ മറ്റൊരു നടൻ എനിക്ക് കിട്ടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പേഴ്സണലി. അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തൊരു സ്റ്റാർഡ് ഉണ്ടെടാ. ആ സ്റ്റേറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ ഉണ്ടല്ലേ. അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു നടൻ ഒരു പൊളിറ്റിക്സിൽ ഇറങ്ങി ഒരു ഫസ്റ്റ് ഇലക്ഷനിൽ തന്നെ ജയിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങോരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി ഇതും കണ്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു മനുഷ്യനെ മാത്രം നോക്കിയിട്ടാണ്. പക്ഷേ അതൊരു നല്ല രീതിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അത്രയും വലിയൊരു ക്രേസ് സംഭവം ഉണ്ടാക്കിയെടുത്തൊരു മനുഷ്യനാണ് വിജയ്. അപ്പോൾ ആ ഒരു ആളെ ശരിക്കും ഞാൻ നല്ല രീതിയിൽ മിസ് ചെയ്യും സ്ക്രീനിൽ. കാരണം പുള്ളിന് ഈ ഒരു സിനിമ കഴിഞ്ഞാൽ എനിക്കിനി സ്ക്രീനിൽ കാണാൻ കൂടി പറ്റില്ല. അപ്പോൾ ജനനായകൻ ആ ഒരു തിയേറ്ററിൽ പോയി കാണാനായിട്ടുള്ള മെയിൻ റീസൺ ഇതാണ്, വിജയുടെ അവസാനത്തെ സിനിമ ആയതുകൊണ്ട് മാത്രം. കാരണം വിജയുടെ പടങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊല്ലത്തിലൊരിക്കൽ വരുന്ന ഒരു സെലിബ്രേഷനാണ്. മലയാളികളെ ഏറെക്കുറെ മിക്ക ആൾക്കാരും വിജയുടെ പടങ്ങൾ തിയേറ്ററിൽ തന്നെയാണ് കാണാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതിന് ശരി ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആക്ച്വലി നാട്ടിൽ കാണുന്നത് വിചാരിച്ച സിനിമയായിരുന്നു. കഴിഞ്ഞ ജനുവരിയിൽ എന്തോ റിലീസാവേണ്ട സിനിമയായിരുന്നില്ലേ. പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി, സെൻസർ പ്രശ്നങ്ങളുണ്ടായി, പിന്നെ അതിൻ്റെ ഇടയിൽ ലീക്കായി. ആ പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ലീക്കായത്. ഞാൻ ഈ പ്രൊഡ്യൂസറെ സമ്മതിച്ചു കൊടുത്തിട്ടാണ്. കാരണം ഇയാൾ ഇത്രയും നാളിത് പിടിച്ചു നിന്നില്ല. കാരണം ഇത്രയും ബിഗ് ബഡ്ജറ്റായിട്ട് പടം ഇത് മാത്രമല്ല, അങ്ങോർക്ക് വേറൊരു പടത്തിൻ്റെ പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ജനനായകൻ്റെ പ്രശ്നവും വരുന്നത്. ആളെന്തായാലും അത്രയും നാൾ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഇപ്പോൾ സാധനം തിയേറ്ററിലേക്ക് വരുന്നു. ഞാനത് കാണുന്നത് ചെന്നൈ പ്രോപ്പർ ചെന്നൈ അല്ല, ചെന്നൈയോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്താണ്, തിരുവല്ലൂർ എന്ന് പറയും. ഞാൻ ഇത് പോണ്ടിച്ചേരി ഇപ്പോൾ കറൻലി പോണ്ടി ആയതുകൊണ്ട് ഇവിടെ കാണാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇവിടെയൊക്കെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 മിനിറ്റിനുള്ളിൽ പോലും ടിക്കറ്റ്സ് കിട്ടാത്ത അവസ്ഥയാണ്. പിന്നെ ഇത് നാട്ടിൽ വന്ന് കാണാനായിട്ടുള്ള വയ്യ എനിക്ക്. കാരണം ഇവിടെ നിന്ന് നാട് വരെ പോയി കണ്ട് സിനിമ കാണാൻ മാത്രമായിട്ട് വരാമെന്ന് വയ്യ. അല്ലെങ്കിൽ നാട്ടിലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കാണാമായിരുന്നു. ഞാൻ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എൻ്റെ പിള്ളേരൊപ്പം പോയി കണ്ട പടമായിരുന്നത്, അല്ലെങ്കിൽ കസിൻസായിട്ട് ആരെങ്കിലും ഇപ്പം ഞാൻ പോയേനെ. പക്ഷേ ഇപ്പം ഞാനിത് ചെന്നൈയിൽ കാണാൻ പോകുന്നത് ടോട്ടലി സ്ട്രേഞ്ച് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ്. കാരണം എനിക്ക് എൻ്റെ കൂടെ ഒരാളും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് അവിടെ ഉണ്ടാകുന്ന ആൾക്കാരായിട്ട് കണ്ടിട്ട് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് രോഹിണിയിലൊക്കെ പോയിട്ടൊരു സിനിമ കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും. കാരണം പ്രത്യേകിച്ച് അങ്ങനത്തെ സ്ക്രീനുകളിൽ വരുന്ന ഒരു തമിഴ് ഓഡിയൻസിൻ്റെ വൈബ് വേറെ രസമാണ്. അപ്പോൾ ഞാൻ തിരുവള്ളൂരാണ് പോകുന്നത്. തിരുവള്ളൂർ ഒരു മാർവൽ സിനിമാസ് അങ്ങനെ എന്ന് പറഞ്ഞൊരു തിയേറ്ററിലാണ്. അവിടുത്തെ ഒരു PLF സ്ക്രീനാണ്, സാധാ സ്കോപ്പ് സ്ക്രീനല്ല, മറ്റേ എപ്പിക്കൊക്കെ പോലത്തെ അങ്ങനത്തെ ഒരു ഫ്ലാറ്റ് സ്ക്രീൻ വരുന്ന റേഷ്യോയിലുള്ള ഒരു സ്ക്രീനാണ്. അപ്പോൾ ഞാനത് ടിക്കറ്റ്സ് ബുക്ക് ചെയ്ത സമയത്ത് അങ്ങനെ നോക്കി എടുത്തതാണ്. അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് വണ്ടി ഓടിച്ച് പോകാനായിട്ട്. അവിടെ പോയി എനിക്ക് ശരിക്കും അത് ഡോക്യുമെൻ്റ് ചെയ്യണം ആ ഒരു ദിവസം. കാരണം അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല, ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ഒരു എഡ്യൂക്കേഷൻ ലൈഫിൻ്റെ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയം കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൊമെൻറ്റ്സ് ഒന്നും അധികം ഉണ്ടാവുമെന്ന് എനിക്കും തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആക്ച്വലി ഞാനൊരു വലിയൊരു സിനിമാ ഭ്രാന്തനാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇതുപോലെയുള്ള
കുറച്ച് വട്ടുകളുണ്ട് ചില സ്ക്രീനുകളിൽ പോകുന്ന, അല്ലെങ്കിൽ ചില ആൾക്കാരെ കാണാൻ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ഉള്ള. അപ്പോൾ ആ ഒരു സ്ക്രീനിൽ ഞാൻ നാളെ പോയിട്ട് അവിടുത്തെ ആളുകളെ കണ്ടിട്ട് എങ്ങനെയായിരിക്കും അവിടെ എക്സ്പീരിയൻസ്, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസ്. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു ഓഡിയൻസിൻ്റെ കൂടെ നിന്നിട്ടില്ല. ഞാനിവിടെ പോണ്ടിച്ചേരി കാണുമ്പോൾ പോലും എനിക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മളെ കേരളത്തിലെ ഓഡിയൻസ് പോലെയല്ല തമിഴ് ഓഡിയൻസ് എന്ന് പറയുന്നത്. എനിക്കത് കൂലിയൊക്കെ കാണാൻ പോയപ്പോൾ മനസ്സിലായി. കൂലി വലിയ നല്ല സിനിമ ഒന്നും ആയിരുന്നില്ല, പക്ഷേ ഞാൻ പറഞ്ഞതാണ് ഒരു എക്സാമ്പിളായിട്ട്. അപ്പോൾ ഈ ജനനായകൻ കാണാൻ പോകുമ്പോൾ ഭയങ്കര വിജയ് ഫാൻസ് ആയിരിക്കും എന്തായാലും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാം. അപ്പോൾ ഇവരെങ്ങനെയായിരിക്കും, ഇവരൊപ്പം കാണുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും അതിൻ്റെ പരിപാടികൾ എന്നൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ശരിക്കും. അത് അവിടെ പോയാൽ എനിക്കറിയുള്ളൂ. അപ്പോൾ ഞാൻ ആ നാളത്തെ ഫുൾ ഡേ അത് ഞാൻ ഇങ്ങനെ മൊത്തത്തിൽ ഒരു വീഡിയോ പോലെ എടുക്കാനും പ്ലാനുണ്ട്. വേണമെങ്കിൽ വ്ളോഗെന്നോ ഡോക്യുമെൻ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും കരുതാം. അത് കഴിഞ്ഞിട്ട് നാളത്തെ ഒരു ദിവസം അങ്ങനെ പോവും. ജനനായകന് വേണ്ടി തന്നെ ഞാൻ അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ജനനായകൻ കണ്ട ശേഷം സിനിമനെ കുറിച്ച് കൂടുതൽ എനിക്കൊന്നും പറയാനായിട്ടുണ്ടാവില്ല ആ ഉള്ളിൽ. പക്ഷേ ആ ഒരു നാടിനെക്കുറിച്ചായിരിക്കും മിക്കവാറും എനിക്കത് കഴിഞ്ഞതിന് ശേഷം പറയാനുണ്ടാവുക. സത്യം പറഞ്ഞാൽ അറിയില്ല ഇതിന് ശേഷം എങ്ങനെയായിരിക്കും. ഒരു സ്റ്റാർ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് സംശയമാണ് തമിഴിൽ. അമ്മാതിരി ഫാൻ ബേസ് ഉണ്ടാക്കി കൊടുത്തൊരു മനുഷ്യൻ. വിജയുടെ പടങ്ങളും വരുമ്പോൾ ഇപ്പോൾ കുട്ടികളും ആണെങ്കിൽ തന്നെ ഭയങ്കര വിജയനായിട്ട് ഫാൻസ് ആവുന്നതിൻ്റെ വേറൊരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി എന്തോ ഒരു വല്ലാത്തൊരു ഓർമ്മയാണ് ഈ സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു മനുഷ്യൻ ആളുടെ പൊളിറ്റിക്കൽ ലൈഫിൻ്റെ ഒരു റീസൺ കാരണം ആളുടെ അഭിനയം തന്നെ നിർത്തിപ്പോവുക. എന്തായാലും നല്ലതിന്. പക്ഷേ അങ്ങനെ അപ്പോൾ ഞാൻ നാളെ ഇത് കണ്ടുവന്നതിന് ശേഷം ഞാൻ പറയാം. പിന്നെ അവിടുത്തെ പരിപാടികളൊക്കെ ഞാൻ സ്പോട്ടിൽ തന്നെ ഒരു വീഡിയോ പോലെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനതെല്ലാം കൂടിയിട്ട് ചാനലിലൊക്കെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ ഒരു വീഡിയോ ചെയ്തത് ജനനായകനെ കുറിച്ചായിപ്പോയി. അത് കഴിഞ്ഞിട്ടും വീഡിയോകൾ ഇടാൻ പ്ലാൻ ഉണ്ടായി. ഞാനിവിടെ എത്തിയതിന് ശേഷം കുറേ കാര്യങ്ങളായിരുന്നു പലതും ഞാൻ ലാഗായി പോയതാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി പയ്യെ പരിപാടികൾ തുടങ്ങാൻ പ്ലാനുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ.